ഗേസ്, എൻ്റെ ഓട്ടയീച്ചനടി കണ്ട് മടുത്തോ? മടുത്തെങ്കിൽ ഇത് കൂടെ സഹിക്കണേ. ഇതും ഒരു ഓട്ടയീച്ചനടിയാണ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഹോർലിക്സ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പുട്ടും ചെറുപയറിന്റെ കറിയുമായിരുന്നേ. പുട്ടും കറിയും നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പുട്ട് ഞാനൊരു 2 കഷ്ണേ കഴിച്ചുള്ളൂ. കാരണം നമുക്ക് വഴിയെ നമ്മുടെ മുട്ട വരാനുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാനുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലം നമ്മൾ ഒഴിച്ചിടണമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പുഴുങ്ങിയ മുട്ട കൊണ്ട് തന്ന്. പുഴുങ്ങിയ മുട്ട ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പാണെങ്കിൽ മാന്തക്കറി. ഇത് നോക്കിയേ, ഒരു കോട്ട മാന്ത എൻ്റെ പ്ലേറ്റിൽ കമഴ്ത്തിയിട്ടുണ്ട് അമ്മ. പിന്നെ സൂത പൊരിച്ചത്, മാങ്ങ അച്ചാർ, തേങ്ങ അരച്ച മാന്തക്കറി ആയിരുന്നു കേട്ടോ. ഈ മാന്ത എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് മാന്ത തന്നെയാണോ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചില സ്ഥലത്തൊക്കെ മാന്തൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മാന്ത കഴിച്ചതിൻ്റെ പുറകെ തന്നെ മാങ്ങയാണ് കേട്ടോ കഴിച്ചത്. നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങയ്ക്ക്. ചില മാങ്ങയുടെ തോല് കഴിക്കാൻ കൊള്ളൂല അല്ലേ, പക്ഷെ ഇതിൻ്റെ തോലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണിക്കായപ്പം ചായ കൊണ്ടു തന്ന്. അപ്പോഴേക്കും ഇവിടെ കരണ്ടും പോയി, നുറുക്കായിരുന്നേ. രാത്രി പുട്ടാണ് കഴിച്ചത്. ടാറ്റാ.